ഹായ് കൂട്ടരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശിവൻ സത്യാമ്മയെ കുറിച്ച് ആലോചിച്ച് ചന്ദ്രയോട് പറയുമ്പോ ചന്ദ്ര ഏട്ടൻ എന്തൊക്കെയാ പറയുന്നതെന്നും ഇന്ന് അമ്മയെ ഏട്ടൻ കണ്ടിരുന്നു എന്നൊക്കെ ചന്ദ്രയുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളുണ്ടായി. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ, നീ പോയി ഭക്ഷണം വിളമ്പി വെക്ക എന്ന് പറഞ്ഞ് ചന്ദ്രയെ അവിടുന്ന് പറഞ്ഞയച്ചു. അതിനുശേഷം ശിവൻ ആലോചിച്ചു, സത്യാമ്മ തന്നോട് പറഞ്ഞതൊക്കെ ഒരു മകനോട് അമ്മ പറയുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി പറഞ്ഞ വാക്കുകളായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ എന്ന് ശിവൻ സത്യാമ്മ പറഞ്ഞ വാക്കുകളെല്ലാം ഓർത്തുകൊണ്ട് മനസ്സിനെ അങ്ങനെ ബോധ്യപ്പെടുത്താനായി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് സത്യാമ്മ ആകെ വിഷമിച്ച് സെല്ലിൽ അങ്ങനെ തനിച്ചങ്ങനെ ഇരുന്ന് സങ്കടപ്പെടുമ്പോ സത്യാമ്മയ്ക്കുള്ള ഭക്ഷണവുമായിട്ട് ഒരു പൊതിയുമായി അവിടേക്ക് കോൺസ്റ്റബിൾ എത്തി. കോൺസ്റ്റബിൾ സത്യാമ്മയുടെ അരികിലേക്ക് ആ സെല്ലിനുള്ളിലേക്ക് പൊതി എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ദാ ഭക്ഷണം എടുത്തു കഴിക്കേ എന്ന് പറഞ്ഞു. സത്യാമ്മ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് അങ്ങോട്ട് മാറ്റി വെക്കുമ്പോ വീണ്ടും അത് മുന്നോട്ട് വെച്ച് കൊടുത്തിട്ട് കോൺസ്റ്റബിൾ പറഞ്ഞു, നിങ്ങളോടാ പറഞ്ഞത് ഇത് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാതെ ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പേരിൽ ഞങ്ങൾക്കിനി തൂങ്ങാൻ പറ്റില്ല എന്നതായിരുന്നു ആ കോൺസ്റ്റബിളിന്റെ വാക്കുകൾ. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, എനിക്ക് വേണ്ട. ആഹാ, അത് ശരി, ഇത്രയ്ക്ക് ധിക്കാരമാണോ? അങ്ങോട്ട് വെച്ചപ്പോ ഇങ്ങോട്ട് തള്ളിയിടുന്നോ? അല്ല, ഞാൻ കാണിച്ചതേ ഇവിടെയുള്ളവർ കാണിക്കുന്നതിൽ ഏറ്റവും കൂടിയ മര്യാദയാണ് ഞാനിപ്പോ കാണിച്ചത്. മറ്റുള്ളവർക്ക് ആർക്കും ഇത്രയും പോലും കണ്ടൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, അതെ, വിശപ്പുണ്ടെങ്കിലല്ലേ മേഡം ഭക്ഷണം കഴിക്കാൻ പറ്റൂ, എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് സത്യാമ്മ നിർബന്ധപൂർവ്വം പറയുമ്പോ അത് കേട്ട കോൺസ്റ്റബിൾ പറഞ്ഞു, ഓ, അത്രയ്ക്ക് വാശിയാണെങ്കിൽ അതിങ്ങ് തന്നേക്ക്, പട്ടിണി കിടക്ക്, അതാ വേണ്ടത് എന്ന് പറഞ്ഞ് സത്യാമ്മയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ഭക്ഷണപ്പൊതി തിരിച്ച് കോൺസ്റ്റബിൾ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. കോൺസ്റ്റബിളിന്റെ വാക്കുകൾ കേട്ട് സത്യാമ്മ ആകെ ദേഷ്യത്തോടെ തന്നെ തന്റെ ജീവിതത്തെക്കുറിച്ചും അവിടെ ശിവൻ വന്ന് സംഭവിച്ച കാര്യങ്ങളും ഒക്കെ ഓർത്ത് വിഷമിച്ച് സത്യാമ്മ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ശിവൻ കഴിക്കാനായി നേരെ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തിയത്. കൈ കഴുകി അവിടെ വന്നിരിക്കുന്ന ശിവന് ഭക്ഷണം കൊടുക്കാനായി ചന്ദ്ര തയ്യാറായി. ചന്ദ്ര വേഗം തന്നെ ഭക്ഷണം വിളമ്പി വെക്കുമ്പോഴേക്കും ശിവൻ അതെല്ലാം നോക്കിയിട്ട് കുറച്ചു നേരം സത്യാമ്മയെ കുറിച്ച് ചിന്തിച്ചു. പെട്ടെന്ന് ശിവൻ ചന്ദ്രയോട് ചോദിച്ചു, ചന്ദ്രേ, ചോറ് ഇനി ഇരിപ്പുണ്ടോടി? അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു, ഉണ്ട് ഏട്ടാ, ചോറും ഉണ്ട്, കറിയും ഇരിപ്പുണ്ട്, എന്താ ഏട്ടാ എന്ന് ചോദിച്ചു. എന്നാൽ നീ ഒരു കത്തി ഇങ്ങെടുത്തേ എന്ന് ശിവൻ ആവശ്യപ്പെട്ടു. കത്തിയോ? അതെന്തിനാ ഏട്ടാ? അതൊക്കെ പറയാം, നീ കത്തി ഇങ്ങെടുക്ക് എന്ന് പറഞ്ഞപ്പോ വേഗം ഒരു കത്തി എടുത്ത് ചന്ദ്ര കയ്യിൽ കൊടുത്തു. ആ കത്തിയും എടുത്തുകൊണ്ട് ശിവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി അവിടെ പറമ്പിൽ നിൽക്കുന്ന ഒരു വാഴയിൽ നിന്ന് ഇല വെട്ടിയെടുത്ത് ആ തൂഷ്ണിലയുമായി നേരെ ചന്ദ്രയ്ക്കരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ചന്ദ്രേ, നീ ഒരു തുണി ഇങ്ങെടുത്തേ, ഒരു ടവൽ ഇങ്ങെടുത്തേ, ഇതൊന്ന് വൃത്തിയാക്കട്ടെ. അങ്ങനെ ടവൽ വാങ്ങിച്ചത് വൃത്തിയാക്കിയതിനു ശേഷം അത് വാട്ടിയെടുക്കാനായിട്ട് ശിവൻ ഒരുങ്ങി. ഉടനെ ശിവനോട് ചന്ദ്ര ചോദിച്ചു, ഏട്ടാ, ഇത് എന്തിനാ, ആർക്കാ ഇത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെയുണ്ട്, നീ അതിങ്ങെടുക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രയോട് കാര്യം വിശദീകരിക്കാതെ ശിവൻ ഓരോന്നും ചെയ്യിക്കുന്നു. അപ്പോഴാണ് സത്യം ആകെ സങ്കടപ്പെട്ട് അങ്ങനെ അവിടെ ഇരുന്നത്. ഈ സമയത്ത് രാഘവൻ നായർക്കുള്ള മരുന്നുമായി ശാലിനി രാഘവൻ നായരുടെ മുന്നിലേക്ക് എത്തി. അപ്പോഴേക്കും രാഘവൻ നായർ അവിടെ ഇരുന്ന് പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിള്ള പോയതിന്റെ സങ്കടമായിരുന്നു രാഘവൻ നായരുടെ മനസ്സിലാകെ. ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയമായിരുന്നു ആ പിള്ള. അയാളെയും പറഞ്ഞു വിട്ടു. സമയത്ത് ആഹാരവും സമയത്ത് ഭക്ഷണവും ഒക്കെ എടുത്തു തരാൻ, എവിടെയെങ്കിലും പോകാൻ എനിക്കൊരു കൂട്ടുമൊക്കെ ആകെ ഉണ്ടായിരുന്ന ഒരാളാ. അയാളെയും പറഞ്ഞു വിട്ടു. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഒറ്റ മരക്കൊമ്പിൽ ഇരിക്കുന്ന കുരങ്ങനെ പോലെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നോളാം. അങ്ങനെയെല്ലാം പറഞ്ഞ് പരിഭവിച്ചുകൊണ്ട് രാഘവൻ നായർ ഇരിക്കുമ്പോഴാണ് ശാലിനി അരികിലേക്ക് എത്തിയത്. അച്ഛാ, ദാ അച്ഛന്റെ മരുന്ന് എന്ന് പറഞ്ഞ് ശാലിനി മരുന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട മരുന്നൊന്നും. അപ്പോഴേക്കും ശാലിനി ചോദിച്ചു, അതെന്താ, അച്ഛൻ ഭക്ഷണം കഴിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ഇപ്പോ ആ പൊന്നി ഉണ്ടായിരുന്നു, പൊന്നി എവിടെ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, അച്ഛാ, പൊന്നി കുഞ്ഞിന്റെ അടുത്താ. അത് ശരി, അതാ ഞാൻ പറഞ്ഞത്, പൊന്നി കുഞ്ഞിന്റെ അടുത്ത്. നിനക്കാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ മരുന്ന് കൊണ്ടുതരാൻ ഇപ്പൊ നീ വരേണ്ടി വന്നില്ലേ എന്നൊക്കെ ശാലിനിയോട് രാഘവൻ നായർ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അച്ഛന് ഞാൻ മരുന്നെടുത്ത് തരാനാ ഞാൻ ഇവിടെ നിന്നത്. അങ്ങനെ ശാലിനി പറഞ്ഞപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അതൊക്കെ ശരി, സമ്മതിച്ചു. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് നീ എനിക്ക് മരുന്നെടുത്തു തന്നു. ഇനി പകൽ സമയത്ത് നിനക്കതിന് സാധിക്കുമോ? പൊന്നിക്കാണെങ്കിൽ ഈ വീട്ടിലെ ജോലിയും പിന്നെ കുഞ്ഞിനെയും നോക്കണം. അപ്പൊ പിന്നെയോ, എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരാ ഉള്ളത്? ഉണ്ടായിരുന്ന ഒരാളെ പറഞ്ഞും വിട്ടില്ലേ എന്ന് ശാലിനിയോട് രാഘവൻ നായർ ദേഷ്യപ്പെട്ടപ്പോ ശാലിനി പറഞ്ഞു, അച്ഛാ, ഞാനതിനെ മനഃപൂർവ്വം പിള്ളച്ചേട്ടൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലല്ലോ. പിള്ളച്ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ വേദനിച്ചു. എന്റെ മനസ്സിലത് വല്ലാതെ കൊണ്ട് ഞാനത് പിള്ളച്ചേട്ടനോട് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു, അതെ, അയാള് പറഞ്ഞതാ സത്യത്തിൽ ശരി. അയാള് പറഞ്ഞതാണ് ശരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ആ കൊച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. അല്ല,
ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ വീട്ടുകാർ ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുപോയി വിട്ടിട്ട് പോയത് അവർക്ക് ഈ കൊച്ചു മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ നേരിടാൻ വയ്യാത്തതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി അച്ഛാ എന്നിങ്ങനെ രാഘവൻ നായരെ വിളിച്ചു. പിന്നെ രാഘവൻ നായർ പറഞ്ഞു, അതെ, അയാൾ പറഞ്ഞത് തന്നെയാ ശരി. ഈ കൊച്ചെ ഇവിടെ ആർക്കും സമാധാനം തരില്ല. അപ്പോഴേക്കും കുഞ്ഞ് വാവിട്ടാതെ എങ്ങനെ കരയുന്ന സൗണ്ട് കേട്ടിട്ട് രാഘവൻ നായർ പറഞ്ഞു, കണ്ടില്ലേ, അത് കിടന്ന് ചീവീട് കാർന്ന പോലെ കിടന്ന് കാർന്നത്. സാധാരണ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ അല്ലല്ലോ, ചീവീടിന്റെ ശബ്ദമല്ലേ എന്നെല്ലാം പറഞ്ഞ് രാഘവൻ നായർ ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുമ്പോൾ ശാലിനിക്ക് ആകെ വിഷമായി. അപ്പോഴേക്കും പൊന്നി എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ കഴിയാത്തത് കൊണ്ട് പൊന്നി കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിട്ട് വേഗം താഴേക്ക് ഇറങ്ങി വന്നു. കുഞ്ഞ് എത്രയോ ഞാൻ ശ്രമിച്ചിട്ടും കരച്ചിൽ നിർത്തുന്നില്ല, കുഞ്ഞൊന്ന് വന്നെടുക്കുവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി വേഗം ആ മരുന്നെടുത്ത് പൊന്നിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും രാഘവൻ നായർ ആകെ ദേഷ്യപ്പെട്ട് മുറിക്കകത്തേക്ക് കയറി പോന്നു. ഈ സമയത്ത് പൊന്നിയുടെ കയ്യിലേക്ക് മരുന്ന് കൊടുത്തിട്ട് ശാലിനി ആ മരുന്ന് കൊടുക്കാനായിട്ട് പൊന്നിയെ ഏൽപ്പിച്ച് വേഗം തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് ശാലിനി പോയപ്പോഴേക്കും പിള്ളച്ചേട്ടന് ഇവിടെ നിന്ന് പോയതിന്റെ പരിഭവമാണ് ഇങ്ങനെ രാഘവൻ സാറ് ബഹളം ഉണ്ടാക്കുന്നത്. കുഞ്ഞതോർത്ത് വിഷമിക്കണ്ട, ഞാനേ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സാറിന് മരുന്ന് കൊടുത്തോളാം എന്ന് പൊന്നി ഉറപ്പ് നൽകി. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന കണ്ടപ്പോഴേക്കും അവിടെ നിന്നുകൊണ്ട് രാഘവനാര് ചോദിച്ചു, എന്താടി ഈ രണ്ടുപേരും കൂടെ ഇവിടുന്ന് പിറുപിറുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല സാറേ, സാറ് പിള്ളച്ചേട്ടൻ പോയതിന്റെ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞതാ എന്ന് പറഞ്ഞത്. അല്ല സാറേ ഈ മരുന്ന് കഴിച്ചിട്ട് കിടക്ക എന്ന് പൊന്നി വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴേക്കും കൊണ്ടുപോടി ഇതിന്റെ മരുന്നും മാത്രം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രാഘവൻ നായർ മുറിക്കകത്തേക്ക് കയറിപ്പോയി. ശാലിനി അപ്പോഴേക്കും കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്ന് കുഞ്ഞിനെ വേഗം കയ്യിലെടുത്തു. ഈ സമയത്ത് രോഹിത് ശ്യാമയ്ക്കുള്ള ഭക്ഷണവുമായിട്ട് ശ്യാമയുടെ അരികിലേക്ക് എത്തിയതായിരുന്നു. ശ്യാമ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അരികെ വന്ന് രോഹിത് പറഞ്ഞു, ശ്യാമേ ദാ ഈ ചോറ് കഴിക്ക്, താനൊന്നും കഴിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ തന്നെ കൊണ്ട് ഞാനൊന്ന് കഴിപ്പിക്കുക തന്നെ ചെയ്യുന്ന തീരുമാനിച്ചുറപ്പിച്ചാ വന്നിരിക്കുന്നത്, അതുകൊണ്ട് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, വന്ന് കഴിച്ച ശ്യാമേ എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിച്ചു. അപ്പോഴേക്കും ശ്യാമ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ ഇരിക്കുന്ന കണ്ട് രോഹിത് പറഞ്ഞു, ശ്യാമേ താൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാ, കഴിക്കേ, ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ എന്നൊക്കെ രോഹിത് ശ്യാമയോട് അറിയിച്ചു. ശ്യാമ പറഞ്ഞു, രോഹിത് എനിക്ക് വിശക്കുന്നില്ല, എന്നാ രോഹിത് അവിടെ മാറ്റി വെച്ചേക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു, അതും എനിക്കറിയാം, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് ഇതെടുത്ത് കൊണ്ടേ കളയണം, അത് പറ്റത്തില്ല, ഇന്ന് എന്തായാലും ഇത് കഴിച്ചിട്ടേ ഞാൻ പോകൂ, അല്ലെങ്കിൽ വേണ്ട, കൈ കഴുകണ്ട, ഞാൻ തന്നെ തരാം എന്ന് പറഞ്ഞ് രോഹിത് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, ഞാൻ കഴിച്ചോളാം, ഇങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞ് ശ്യാമ അത് കഴിക്കാനായിട്ട് രോഹിത്തിന്റെ കയ്യിൽ നിന്ന് അത് പ്ലേറ്റ് തിരിച്ചു വാങ്ങി. അപ്പോഴാണ് രോഹിത്തിനോട് ശ്യാമ പറഞ്ഞത്, രോഹിത്തെ എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ സത്യ, എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാവുകയാണ് രോഹിത്, എനിക്ക് എൻ്റെ മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നത് പപ്പിമോളെ ഒന്ന് കാണണം, അതാണ് ഇപ്പൊ എൻ്റെ മനസ്സിന്റെ പ്രശ്നം. അവൾ എൻ്റെ അടുത്തുനിന്ന് പോയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായത്, അതുകൊണ്ട് എനിക്ക് നമ്മുടെ പപ്പിമോളെ ഒന്ന് കാണണം രോഹിത് എന്ന് ശ്യാം ആവശ്യപ്പെട്ടു. ഉടനെ രോഹിത് പറഞ്ഞു, അതിനെന്താ, നമുക്ക് പോയി കാണാം, മോളുടെ അടുത്ത് പോകാം എന്ന് രോഹിത് വാക്ക് നൽകി. ഉടനെ ശ്യാമ പറഞ്ഞു, അത് പറ്റില്ല രോഹിത്, എനിക്കിപ്പോൾ തന്നെ മോളെ പോയി കാണണം, നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്യാമയുടെ ആ വാശി കണ്ടപ്പോൾ രോഹിത് പറഞ്ഞു, അയ്യോ ഇപ്പൊ ഈ അസമയത്ത് ചെല്ലുന്നത് എങ്ങനെയാ, ഇപ്പൊ അവരെല്ലാരും കിടന്ന് ഉറക്കമായി കാണില്ലേ, അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ പോയേക്കാം, പിന്നെ നേരം പുലർന്നാൽ അപ്പോൾ തന്നെ നമുക്ക് പോകാം എന്ന് രോഹിത് ഉറപ്പ് നൽകുമ്പോൾ ശ്യാമ പറഞ്ഞു, രോഹിത്തെ ഇപ്പൊ വരാൻ പറ്റുന്നുണ്ടോ, എനിക്കിപ്പൊ തന്നെ പോകണം, രാവിലെ അല്ല പോകേണ്ടത്, എനിക്കിപ്പോഴാ പോകേണ്ടതെന്ന് പറഞ്ഞ് ശ്യാമ വല്ലാതെ ദേഷ്യത്തിലാവുന്നു. ഇത് കണ്ടതും രോഹിത് പറഞ്ഞു, ശ്യാമ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്, നമുക്ക് രാവിലെ പോയാൽ പോരെ, ഇപ്പൊ കുഞ്ഞു കിടന്ന് ഉറക്കായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞതും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല രോഹിത്, എനിക്കിപ്പോ പോണം എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും ബഹളം ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന പ്ലേറ്റ് വലിച്ചെറിയുന്നതും ദേഷ്യത്തോടെ രോഹിത്തിന്റെ കോളറിന് പിടിച്ചു. എന്താ രോഹിത്, എന്നെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല രോഹിത്തിന് എന്ന് ചോദിച്ച് ശ്യാമ ബഹളം വെച്ചപ്പോ രോഹിത് പറഞ്ഞു, ശരി നമുക്ക് പോകാം എന്ന് രോഹിത് ഉറപ്പ് നൽകുന്നു. ശ്യാമയുടെ ആ ദേഷ്യവും പെട്ടെന്നുള്ള ശ്യാമയുടെ ആ മാറ്റവും ഒക്കെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു രോഹിത്തിന് ഓർമ്മ വന്നത്. ശ്യാമ ഇങ്ങനെ വയലന്റ് ആകുമ്പോൾ അതിനേക്കാളേറെ വയലന്റായി നമ്മൾ തിരിച്ച് പ്രതികരിച്ചാൽ ശ്യാമയുടെ മനസ്സിന്റെ കൺട്രോൾ പൂർണ്ണമായും ശ്യാമയ്ക്ക് നഷ്ടമാകുമെന്നും, അതുകൊണ്ട് ശ്യാമയെ അപ്പോഴും സ്നേഹത്തോടെ തന്നെ വേണം നമ്മൾ ശ്യാമയെ സമീപിക്കാനും, ശ്യാമയുടെ ഈ പൊട്ടിത്തെറിച്ചുള്ള ഇങ്ങനെയുള്ള വയലന്റ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ അതൊക്കെ നമ്മൾ സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. അത് രോഹിത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള ഡോക്ടറുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് രോഹിത് ശ്യാമയുടെ അപ്പോഴത്തെ ആ പ്രതികരണത്തെ തൽക്കാലം ശ്യാമയുടെ രോഗാവസ്ഥ മൂലം ഇങ്ങനെ സംഭവിച്ചതാണെന്ന തിരിച്ചറിവുകൊണ്ട് രോഹിത് അതെല്ലാം ശ്രമിച്ച് ശ്യാമയെ കൊണ്ടുപോകാൻ തയ്യാറാവുന്നു. അപ്പോഴാണ്
ശിവൻ ഭക്ഷണവുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്തിയത്. ബൈക്ക് നിർത്തി അകത്തേക്ക് കയറിയ ശിവൻ അവിടെ നിന്ന പാറാവുകാര് കോൺസ്റ്റബിളിനോട് അകത്ത് സത്യാമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ ലേഡി കോൺസ്റ്റബിൾ പറഞ്ഞു, അതെ ഇപ്പൊ പറ്റത്തില്ല, എന്താ കാര്യം, ഇതെന്താ കയ്യില് എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യാമ്മയ്ക്ക് കൊടുക്കാൻ ചോറുമായിട്ട് വന്നതാ എന്ന് പറഞ്ഞു. ചോറ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, പക്ഷെ കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വിശപ്പില്ലെന്നാ പറഞ്ഞത് എന്ന് അവർ അറിയിച്ചു. അത് കേട്ടതും ശിവൻ പറഞ്ഞു, അതെനിക്കറിയാമായിരുന്നു, അപ്പടി വാശിക്കാരിയാ, അതുകൊണ്ട് തന്നെയാ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതെ ഞാനിതൊന്ന് കൊടുത്തിട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ ആ കോൺസ്റ്റബിൾ ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ആരാ, സത്യാമ്മയുടെ മോൻ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശിവൻ പറഞ്ഞു, ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല, പലപ്പോഴായി ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യവുമാണത്, പക്ഷേ എനിക്ക് പോലും അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇപ്പം സത്യാമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. ശരി എന്ന് പറഞ്ഞ് അവര് ശിവനെയും കൂട്ടി നേരെ അകത്തേക്ക് കയറി. സത്യാമ്മ ആകെ വിഷമിച്ച് സെല്ലിനടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശിവൻ ആ സെല്ലിനടുത്ത് പുറത്ത് വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് സത്യാമ്മയെ വിളിച്ചു. സത്യാമ്മയെ ആ വിളി കേട്ടതും സത്യാമ്മ ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി. അരികിൽ വന്നിരിക്കുന്ന ശിവനെ കണ്ടിട്ട് സത്യാമ്മ ചോദിച്ചു, നീ ഇതുവരെയായിട്ടും പോയില്ലേ, നീ എന്തിനാ വീണ്ടും ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ശിവൻ പറഞ്ഞു, സത്യാമ്മ ഭക്ഷണം കഴിച്ചോ? ഇല്ല എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു സത്യാമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലെന്ന്, അതുകൊണ്ടാണ് സത്യാമ്മയ്ക്കുള്ള ഭക്ഷണമായിട്ട് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ശിവൻ സത്യാമ്മയ്ക്ക് നേരെ പൊതിച്ചോറ് നീട്ടി. സത്യാമ്മ പറഞ്ഞു, എനിക്ക് വേണ്ട ഭക്ഷണം, എനിക്ക് ആവശ്യമില്ല, എനിക്ക് വിശക്കുന്നില്ല എന്ന് സത്യാമ്മ വീണ്ടും അറിയിച്ചപ്പോഴേക്കും ശിവൻ ഉടനെ കോൺസ്റ്റബിളിനോട് ചോദിച്ചു, ഇതൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിച്ചു. ശിവൻ വേഗം അകത്തേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, ഇതേ സത്യാമ്മയ്ക്ക് ഇഷ്ടമുള്ള മുളകിടിച്ച് ചമ്മന്തിയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ ഇത് സത്യാമ്മ കഴിക്കണം, കഴിച്ചേ പറ്റൂ, ഇല്ലെങ്കിലേ ഇപ്പൊ പുറത്തു പോയ ആ സോമശേഖരൻ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്നെ വീണ്ടും ഇവിടെ കണ്ടു കഴിഞ്ഞാലേ അയാൾ വീണ്ടും ബഹളം ഉണ്ടാക്കും. നീ വീണ്ടും ഇവിടെ കയറി വന്നോടാ എന്ന് ചോദിച്ച് അയാൾ എന്നെ എടുത്ത് പെരുമാറും. ഞാൻ അയാൾക്ക് തിരിച്ചിരിയും കൊടുക്കും. വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. എന്താ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണോ, അതോ സത്യാമ്മ ഇതുമാതിരി നല്ല കുട്ടിയായിട്ട് ഇത് കഴിക്കുകയാണോ നല്ലത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുമെന്നായിരുന്നു ശിവന്റെ വാക്കുകൾ. അത് കേട്ടപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, ശരി, അല്ല ഈ മുളകിടിച്ചെന്ന് പറഞ്ഞാ ശരിക്കും വറ്റൽമുളക് വറുത്ത് ഇടിച്ചത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേന്നേ എന്ന് ശിവൻ പറഞ്ഞു. വറ്റൽമുളക് നന്നായി മൂപ്പിച്ചാൽ മാത്രമേ സത്യാമ്മയ്ക്ക് ഇഷ്ടമുള്ളൂ എന്ന് എനിക്കറിയത്തില്ലേ, അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ ഞാൻ ഈ മുളകിടിച്ചിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത്, സത്യാമ്മ ഒന്ന് കഴിച്ചു നോക്കിയേ എന്ന് പറഞ്ഞ് ശിവൻ ആ പൊതി അങ്ങ് തുറന്നു. സത്യാമ്മ നോക്കിയതും അല്ല വേണ്ട ഞാൻ തന്നെ വാരിത്തരാമെന്ന് പറഞ്ഞ് ശിവൻ സത്യാമ്മയ്ക്ക് നേരെ ഉരുള ഉരുട്ടി നീട്ടി. ഇത് കഴിക്ക് സത്യാമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് സത്യാമ്മ അത് വാങ്ങിച്ചു കഴിച്ചു. തന്റെ വിഷ്ണു തനിക്ക് ഭക്ഷണം തരുന്നത് പോലെയുള്ള അതേ ഒരു തോന്നൽ സത്യാമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. സത്യാമ്മ അത് കഴിച്ചതും ശിവനോട് ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചോ? ആ ദാ ഇപ്പോ എന്ന് ശിവൻ മറുപടി നൽകിയിട്ട് സത്യാമ്മയെ നോക്കുമ്പോഴേക്കും സത്യാമ്മ ആ കവറിൽ നിന്ന് ആ ഇലയിൽ നിന്ന് ഒരു ഉരുള ഉരുട്ടി അത് ശിവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. കഴിക്കടാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ സത്യാമ്മ ശിവനെയും ഭക്ഷണം കൂട്ടി. അങ്ങനെ അമ്മയും മകനും പരസ്പരം ഉരുള വാരി കൊടുത്തുകൊണ്ടിരുന്നു. അവരങ്ങനെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുപോയ സോമശേഖരൻ മടങ്ങി സ്റ്റേഷനിലേക്ക് എത്തിയത്. സോമശേഖരൻ അവിടേക്ക് വന്നിറങ്ങുമ്പോൾ സത്യാമ്മയും ശിവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഉരുള ഉരുട്ടി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് കണ്ടതും അരികിലേക്ക് വന്ന സോമശേഖരൻ ചോദിച്ചു, ഇതെന്താ ഇവിടെ പരിപാടി? അപ്പോഴേക്കും സോമശേഖരനാകെ ദേഷ്യത്തോടെ ശിവനെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല ഇത് കൊള്ളാലോ, ലോക്കപ്പിൽ കയറിയിരുന്നിട്ടാണോടാ നിന്റെ തോന്നിവാസം കാണിക്കുന്നത് എന്നൊക്കെ ദേഷ്യപ്പെടുമ്പോഴേക്കും ഉടനെ അവിടെ നിന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു, സർ ഇയാളെ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ ഇവൻ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടാവില്ല എന്ന് ആരെങ്ങനെയാ കരുതിയെന്ന് കരുതുക, അങ്ങനെയെങ്കിലും സംഭവിച്ചാൽ എന്തേലും ഉണ്ടായാൽ നമ്മളെല്ലാം തൂങ്ങേണ്ടി വരില്ലേ എന്നൊക്കെയായിരുന്നു സോമശേഖരന്റെ ചോദ്യം. ഉടനെ ശിവൻ ചാടി എന്നിട്ട് പറഞ്ഞു, സോമശേഖര വേണ്ട, ആ പാവത്തിനെ ഒന്നും പറയണ്ട, ഞാനാ നിർബന്ധപൂർവം ഇതിനകത്ത് കയറിയത് എന്ന് ശിവൻ അറിയിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ട നോക്കണ്ട, ഞാൻ സത്യാമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നതാണ്, സത്യാമ്മയ്ക്ക് ഒരു ചോറെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അത് സാധിച്ചു. അതുകൊണ്ട് സോമശേഖര ഇനി തന്റെ കളികളൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട, ഇനിയുള്ളത് സത്യാമ്മയെ പുറത്തിറക്കുക എന്നതാണ്, അതും ഞാൻ നേടിയെടുക്കും എന്ന് ശിവൻ അറിയിച്ചപ്പോ അത് കേട്ട് നിന്ന സോമശേഖരൻ പറഞ്ഞു, പിന്നെ വലിയ കളക്ടർ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും ഇവരെ ഞാൻ കോടതിയിൽ ഹാജരാക്കും, അതിനു മുൻപ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും, എന്തൊക്കെ ദ്രോഹം ചെയ്യാവോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കുമെന്ന് സോമശേഖരൻ അറിയിച്ചു.
ഇത് കേട്ടതോടെ ശിവൻ പറഞ്ഞു, സോമശേഖര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ അമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന സ്ത്രീ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പോറലെങ്കിലും വീണെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ സത്യമായിട്ടും താൻ പിന്നെ തൻ്റെ കുടുംബം കാണില്ല. അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ സോമശേഖരൻ ചോദിച്ചു, നീ ഇവിടെ കയറി ഭീഷണി മുഴക്കുന്നോടാ പോലീസുകാരന് നേരെ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ശിവന്റെ കോളറിനെ പിടിച്ചപ്പോൾ ശിവൻ പറഞ്ഞു, സോമശേഖര, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയും എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. അതുകൊണ്ട് എന്നെ അങ്ങനെ ഒരു നീക്കം ചെറുക്കാൻ നിനക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം നീ നീ പറഞ്ഞതുപോലെ ഓരോന്നും ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടോണം എന്ന് ശിവൻ അറിയിച്ചു. ഇത് കേട്ടതും സോമശേഖരൻ ആകെ ദേഷ്യത്തോടെ ശിവനെ നോക്കുമ്പോൾ ശിവൻ പറഞ്ഞു, ആ ഇരിക്കുന്നത് എനിക്ക് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴുന്ന പ്രവൃത്തി നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഒരു 12 വർഷം പിന്നെ ഈ ശിവൻ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ നിനക്ക് എന്ന് ശിവൻ സോമശേഖരനോട് പറഞ്ഞു. സോമശേഖര, ഇതെന്റെ നിയോഗമാണ്. നിനക്കത് വിയോഗമാകാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ശിവൻ നേരെ സത്യാമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, സത്യാമ്മ ഭക്ഷണം കഴിച്ചു, ഞാനിവിടെ പുറത്തുണ്ട് എന്ന് പറഞ്ഞ് ശിവൻ വേഗം സോമശേഖരൻ ഒന്നുകൂടി രൂക്ഷമായി നോക്കിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സത്യാമ്മ ആകെ വിഷമത്തോടെ തനിക്ക് ഭക്ഷണം തരാനായി വന്ന സോമശേഖരനെ വെല്ലുവിളിക്കേണ്ടി വന്നതും സോമശേഖരന്റെ എതിർപ്പിനും പകയ്ക്കും ശിവൻ പാത്രമായി തീർന്നതിനുമൊക്കെ അതൊക്കെ താൻ കൂടി ഉത്തരവാദിയാണല്ലോ എന്ന വേദന സത്യഭാമയുടെ മനസ്സിനെ അലട്ടി. സത്യഭാമ അതോർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ശിവൻ തൻ്റെ ബുള്ളറ്റും എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ശിവൻ അങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുന്ന നേരത്ത് ശിവന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച സത്യാമ്മയുടെ ആ വരവ്. സത്യാമ്മ അപ്പോഴേക്കും ശിവൻ പോകുന്നത് കണ്ട് ശിവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആ ചോറിലേക്ക് സത്യാമ്മ കണ്ണും നട്ട് വേദനയോടെ നോക്കിയിരിക്കുന്നു.